കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ചൂട് താൽക്കാലികമായി അവസാനിച്ചിരിക്കുകയാണ്. ഇനി വോട്ടെണ്ണൽ ദിവസം അടുക്കുമ്പോഴായിരിക്കും രാഷ്ട്രീയ കളം ഒന്നുകൂടി ചൂടുപിടിക്കുന്നത്. അതുവരെ എല്ലാ മുന്നണികളും വൻ പ്രതീക്ഷയിലായിരിക്കും. മുന്നണികളുടെ വാദപ്രതിവാദങ്ങളും ശക്തമായ പ്രചാരണവുമെല്ലാം സാധാരണ പോലെ തന്നെ ഈ തിരഞ്ഞെടുപ്പ് കാലത്തും കടന്നുപോയി. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ ഗംഭീര വിജയപ്രതീക്ഷയിലാണ് UDF ഇത്തവണ മത്സരത്തിനിറങ്ങിയത്. എന്നാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ദയനീയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന LDF ഇത്തവണ 20-20 സീറ്റും സ്വന്തമാക്കുമെന്ന ദൃഢനിശ്ചയത്തിലും പ്രതീക്ഷയിലുമാണ്. BJP ഇക്കുറി രംഗത്തിറങ്ങിയത് കേരളത്തിൽ ഇത്തവണ താമര വിരിയിക്കുമെന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ്. അതിനായി പ്രമുഖ നേതാക്കളെ രംഗത്തിറക്കിയാണ് BJP മത്സര രംഗത്തെത്തിയത്. മൂന്ന് മുന്നണികളും ശക്തമായി നിൽക്കുമ്പോൾ വിജയം ആർക്കൊപ്പമെന്ന് കണ്ടറിയാം. ഇപ്പോഴിതാ സ്ഥാനാർത്ഥിത്വം കൊണ്ട് VIP മണ്ഡലം എന്നറിയപ്പെടുന്ന വയനാട്ടിൽ ജനവിധി തേടിയ രാഹുൽ ഗാന്ധി അമേഠിയിലും മത്സരിക്കുമെന്ന സൂചനയാണ് ലഭിക്കുന്നത്. രാഹുൽ ഗാന്ധി UPയിലെ അമേഠിയിൽ മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹം ചൂടുപിടിക്കുകയാണ്. മെയ് ആദ്യം രാഹുൽ ഗാന്ധി അമേഠിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്ന് മണ്ഡലത്തിലെ പ്രാദേശിക നേതാക്കൾ അവകാശപ്പെട്ടു. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ലെന്നും വിഷയം ചർച്ച ചെയ്യാൻ വരും ദിവസങ്ങളിൽ യോഗം ചേരുമെന്നും കോൺഗ്രസ് ദേശീയ വൃത്തങ്ങൾ പറഞ്ഞു. വയനാട്ടിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ അമേഠിയുടെ കാര്യത്തിൽ ഇനി തീരുമാനം വൈകില്ല. മെയ് 20-നാണ് അവിടെ തിരഞ്ഞെടുപ്പ്. ഗാന്ധി കുടുംബത്തിന്റെ പരമ്പരാഗത സീറ്റായ അമേഠിയിൽ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കണമെന്ന് UP PCC മുൻപ് ആവശ്യപ്പെട്ടിരുന്നു. 2004 മുതൽ അമേഠിയിൽ ജയിച്ചുവെന്ന രാഹുൽ 2019 കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയോട് തോറ്റു. ഇത്തവണ രാഹുൽ മത്സരിച്ചില്ലെങ്കിൽ മണ്ഡലം എന്നേക്കുമായി കോൺഗ്രസിന് നഷ്ടമാകുമെന്നാണ് UP നേതാക്കളുടെ വാദം. എന്നാൽ അമേഠിയിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കേരളത്തിലെ തിരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനിക്കുന്നത് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ വോട്ട് കുറയാതിരിക്കാനാണെന്ന ചില അഭിപ്രായങ്ങളുമുണ്ട്.